ഇപ്പം അന്നത്തെ ആ ആക്രി പെറുക്കൽ അതിനെ പരാമർശിച്ചുകൊണ്ട് മലയാളത്തിൽ ഒരു കഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭൻ, പ്രിയപ്പെട്ട പപ്പേട്ടൻ എഴുതിയ ഒരു കഥയുടെ പേര് ആക്രി എന്നാണ്. അതാണ് നമ്മുടെ DYFIയുടെ ഒരു പരിപാടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു മനോഹരമായ ഒരു രൂപം, ഒരു കഥയുടെ രൂപത്തിലാണ്. നമുക്കറിയാം കോവിഡ് കാലത്തും സമാനമായിട്ടുള്ള പ്രവർത്തനം DYFI നടത്തിയിരുന്നു. അന്നും ആക്രി പെറുക്കിയും ഇതുപോലെ കൂലിപ്പണി ചെയ്തുമാണ് പണം മുഖ്യമന്ത്രിക്ക് കൈമാറി. സമാനമായ പ്രവർത്തനമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കും നടത്തിയത്. ഈ കോവിഡ് കാലത്തും ഈ DYFI യൂത്ത് കോൺഗ്രസ് വലിയ തോതിൽ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള ആളുകളാണ് പിരിച്ചെടുത്ത തുകയിൽ നിന്ന് വീട് നിർമ്മിച്ച് നൽകാൻ കഴിയാത്ത സ്ഥിതി വന്നത്. എവിടെ വീട് എന്നതിൽ ചോദ്യം നേരിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവുന്നുമില്ല. ഇതിനെങ്ങനെ കാണുന്നു? അതായത് നമ്മുടെ ഈ ഫണ്ട് ശേഖരണ പരിപാടി ലോകത്തിന് ഒരു പുതിയ മാതൃകയാണ് DYFI സൃഷ്ടിച്ചത്. അത് ആക്രി ശേഖരിച്ചുകൊണ്ടാണ് ആദ്യം ഒരു റീസൈക്കിൾ കേരള എന്ന പേരിൽ ഒരു ഫണ്ട് പ്രവർത്തനം തുടങ്ങിയത്. അന്ന് ഞങ്ങൾക്ക് ഈ കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി 11 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. 11 കോടി. അപ്പം അന്ന് ഞങ്ങൾ ആക്രി പെറുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ചില ആളുകൾ ഞങ്ങളെ ആക്ഷേപിച്ചിരുന്നു. DYFI ഇപ്പോൾ സമരമെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ആക്രി പെറുക്കിയാണ്. അങ്ങനെ ആക്രി പെറുക്കികൾ എന്ന് ഞങ്ങളെ ഫേസ്ബുക്കിൽ ആക്ഷേപിച്ച കുറേ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ ആളുകളുണ്ടായി. വലതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് കുറേ ആളുകൾ ആ നിലയിൽ അങ്ങനെ ആക്ഷേപിച്ചിരുന്നു. പക്ഷേ പിന്നെയാണ് അവർക്ക് മനസ്സിലായത് ഇത് വലിയൊരു സാധ്യതയാണ്. അപ്പം ഞങ്ങൾ ഈ മാതൃക മുന്നോട്ട് വെച്ചതിന് ശേഷം വിവിധ സംഘടനകളൊക്കെ ഈ മാതൃക ഏറ്റെടുത്ത അനുഭവങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട്. അന്ന് ആ തുക നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ശേഖരിച്ച് കൈമാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അന്നത്തെ ആ ആക്രി പെറുക്കൽ അതിനെ പരാമർശിച്ചുകൊണ്ട് മലയാളത്തിൽ ഒരു കഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ടി പത്മനാഭൻ, പ്രിയപ്പെട്ട പപ്പേട്ടൻ എഴുതിയ ഒരു കഥയുടെ പേര് ആക്രി എന്നാണ്. അതാണ് നമ്മുടെ DYFIയുടെ ഒരു പരിപാടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു മനോഹരമായ ഒരു രൂപം, ഒരു കഥയുടെ രൂപത്തിലാണ്. അപ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ അത് കുറേ കൂടി വിപുലപ്പെടുത്തിയാണ് ഞങ്ങൾ വയനാടിന് വേണ്ടിയിട്ട് ഫണ്ട് സമാഹരണം നടത്തിയത്. വയനാടിന് വേണ്ടി ഞങ്ങൾ വളരെ വൈവിധ്യമാർന്ന വഴികൾ സ്വീകരിച്ചു. ഞങ്ങളിപ്പോൾ കാഞ്ഞങ്ങാട് ടൗണിൽ ഞങ്ങളൊരു ചായക്കട, കാഞ്ഞങ്ങാട് മാത്രമല്ല മറ്റ് പല സ്ഥലത്തും ഇട്ടിരുന്നു. കാഞ്ഞങ്ങാട് ചായക്കടയിൽ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചായക്കാരനായിട്ട് നിന്നത് സിനിമാ നടൻ ഉണ്ണിരാജിയായിരുന്നു. അതുപോലെ തന്നെ സിനിമാ നടനായിട്ടുള്ള നമ്മുടെ കുഞ്ഞികൃഷ്ണേട്ടൻ. അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടങ്ങ് ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ ധാരാളം ആളുകൾ, സിനിമാ പ്രവർത്തകർ, സാഹിത്യകാരന്മാർ, ഗവേഷക വിദ്യാർത്ഥികൾ, സാധാരണ തൊഴിലാളികൾ, സോഷ്യൽ മീഡിയ എല്ലാ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം മാത്രമേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ എനിക്കൊന്ന് ഇടുക്കിയിലെ ഒരു യൂണിറ്റ് അവർ ചെയ്തത്, ഇടുക്കിയിലെ കാട്ടിൽ പോയിട്ട് ചക്ക പറിച്ച് വിറ്റു. അങ്ങനെ ചക്ക പറിച്ച് വിറ്റിട്ട് വയനാട്ടിന് വീട് നിർമ്മിക്കാൻ വേണ്ടി 10,000-ൽ കൂടുതൽ രൂപ ഒരു യൂണിറ്റ്, നമുക്ക് 30,000 യൂണിറ്റ് ഉണ്ട്, ഒരു യൂണിറ്റ് 10,000 രൂപയാണെന്ന് സമാഹരിച്ചത്. തളിപ്പറമ്പിലെ ഒരു മേഖലാ കമ്മിറ്റി അവർ ഒരാൾ പറഞ്ഞു, എൻ്റെ പറമ്പിൽ കുറേ തെങ്ങുണ്ട്, പക്ഷേ തേങ്ങ ഇടാൻ നാളെ കിട്ടുന്നില്ല, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ തന്നെ അത് പറിച്ച് വിറ്റോളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് നോക്കുമ്പം DYFIയുടെ ആളുകൾ തെങ്ങിൽ കയറുകയാണ്. DYFIയുടെ ആളുകൾ തെങ്ങിൽ കയറി തേങ്ങയിട്ട് ആ പറമ്പിലെ തേങ്ങ മുഴുവൻ വിറ്റ് പണം കണ്ടെത്തി. ഇപ്പോൾ ഗവേഷക വിദ്യാർത്ഥികൾ അവരുടെ ഗവേഷക ഫെലോഷിപ്പുകൾ പൂർണ്ണമായും തന്നു. DYFIയുടെ ഭാഗമായിട്ടുള്ള ചില ആളുകൾ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടിയവരുണ്ടായിരുന്നു, അവർക്ക് അവരുടെ ആദ്യ ശമ്പളം തന്നു. അമ്മമാർ അവരുടെ പെൻഷൻ തന്നു. ചെറിയ കുട്ടികൾ അവിടെ ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി വെച്ച കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വെച്ച പണം അവരുടെ രക്ഷിതാക്കൾ തന്നു. കുട്ടികൾ അവരുടെ സമ്പാദ്യ കുടുക്കുകൾ തന്നു. മത്സ്യത്തൊഴിലാളികൾ ബോട്ട് തന്നിട്ട് പറഞ്ഞു, ഞങ്ങളോട് സഹായിക്കാം, നിങ്ങളുടെ കുറച്ചാൾ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പൊന്നാനിയിലൊക്കെ ഞാൻ ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. പൊന്നാനിയിലെ ആ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ഞങ്ങളുടെ കുറേ സഖാക്കളും കൂടി ഉറങ്കടലിലേക്ക് പോവുകയാണ്. മീൻ പിടിച്ച് അന്നത്തെ മീനിൻ്റെ വരുമാനം. വിവിധ ക്ഷേത്രങ്ങളിലെ പൂജാരികൾ, അവർക്ക് കിട്ടുന്ന അവരുടെ കാണിക്കയുണ്ടല്ലോ, ആ കാണിക്ക അങ്ങനെ തന്നെ നമുക്ക് തരുന്നാലേ ഉണ്ടായി. ഞാനൊരു സ്ഥലത്ത് ഏറ്റുവാങ്ങിക്കാൻ പോയിരുന്നു. മുഴക്കുന്ന് മൃദംഗശൈലശ്രീ ക്ഷേത്രത്തിലെ തന്ത്രി ഒരു ദിവസത്തെ പൂർണ്ണമായും അവർക്ക് കിട്ടിയിട്ടുള്ള പണം നമുക്ക് തരുവാണ് ചെയ്തത്. വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. അതുപോലെ കുറേ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ചില ഇടങ്ങളിൽ മുത്തപ്പൻ, മലബാറിലൊക്കെ പ്രത്യേകിച്ച് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ ചില വീടുകളൊക്കെ മുത്തപ്പൻ്റെ നേർച്ച ഉണ്ടാവും. ആ നേർച്ചയുടെ ഭാഗമായിട്ട്
മുത്തപ്പൻ എന്ന് പറയുന്ന തെയ്യം കലാകാരന് കിട്ടിയിട്ടുള്ള മുഴുവൻ തുകയും അവർ നമുക്ക് തന്നു. അപ്പോൾ ഒരു പുതിയ അനുഭവമായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് 20-25 വീട് പറഞ്ഞിട്ട് 100 വീട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഇരട്ടി തുക കൊടുത്ത് നിർമ്മിക്കാൻ വേണ്ടി കഴിയും.